ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ വിജയ് അണ്ണൻ, എൻ നെഞ്ചിൽ കുടിയേറിയും വിജയ് അണ്ണൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഗൈസ്. ഇന്നലെ അണ്ണൻ്റെ ഒരു വീഡിയോ വൈറലായിരുന്നു. കത്തിയൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഒന്നൊന്നര കാര്യമാണ്. നമുക്കിപ്പോൾ ഒരു 150 പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കുക. അണ്ണൻ 150 പ്രശ്നം ഉണ്ടെങ്കിൽ 151ാമത്തെ പ്രശ്നം അണ്ണൻ തന്നെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമാണ് അണ്ണൻ ഇന്നലെ ഉണ്ടാക്കിയത്. സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതിനു ശേഷം റൂമേഴ്സ് വരികയാണ്. അല്ലെങ്കിൽ റൂമേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ഏതാണ്ട് ആൾക്കാർ ഉറപ്പിച്ചതാണ് ഈ തൃഷ വിജയ് തമ്മിലുള്ള ആ ഒരു ബന്ധം. പല രീതിയിലുള്ള തെളിവുകളും കാര്യങ്ങളും ഇവരുടെ ട്രിപ്സിനെയൊക്കെ പറ്റിയൊക്കെ ഇതിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം അണ്ണൻ ഒരു കടുങ്കൈ ചെയ്തത്. പ്രൊഡ്യൂസർ കളപതി എസ് സുരേഷിന്റെ മകന്റെ കല്യാണത്തിന് അണ്ണൻ പോയി. വിജയ് ഒരു കല്യാണത്തിന് പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ പോയത് എങ്ങനെയാണ്, ആരുടെ കൂടാണ്? തൃഷയുടെ കൂടെയാണ് ഗൈസ് അണ്ണൻ കല്യാണത്തിന് പോയിരിക്കുന്നത്. അതും കോസ്റ്റ്യൂമൊക്കെ ഒന്ന് കാണേണ്ടതാണ്. ഞാൻ ആ വീഡിയോ ഒന്ന് വെക്കാം കേട്ടോ. വീഡിയോ ഒന്ന് കാണേണ്ട ഒന്നൊന്നര വീഡിയോ ആണ്. വരൂ 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 അണ്ണ വരൂ. രണ്ടുപേരും ഒരു കാറിലാണ് വന്നിറക്കുന്നത്. ഒന്ന് പാട്ടൊന്ന് ഓഫാക്കാം, അല്ലെങ്കിൽ കോപ്പറേറ്റ്. കാർ ഒരെണ്ണമായിരുന്നൊന്നും അറിയത്തില്ല, എന്താണെങ്കിലും ഒരു കാറ് പോലാണ് തോന്നിക്കുന്നത്. രണ്ടുപേരും ഒരുപോലാണ് വന്നിറങ്ങുന്നത്. ആ ഒരു കോസ്റ്റ്യൂം നോക്കണേ, ബാക്കി ബാക്കി കാണങ്ങോട്ട്. അണ്ണാ, പൊന്നണ്ണാ, അണ്ണൻ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും. അവര് പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ പറയിപ്പിക്കും എന്നാണ് അണ്ണന്റെ പരിപാടി. വന്നിറങ്ങും. അതാണ്ട് പൂവൊക്കെ ഉണ്ട്, മുണ്ട്, ചെരുപ്പ്, സാരി, രണ്ടുപേരുടെയും മാച്ചിങ് നോക്കണേ. ഇത് നോക്കണേ നിങ്ങള്. അണ്ണന്റെ ആ മുണ്ടിനകത്ത് ഒരു ചുമന്ന കരയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ആ ചുമന്ന കര നമ്മുടെ തൃശ്ശൂർ ബ്ലൗസിന് ചുമന്ന കളറാണല്ലോ, അതാണ് എന്റെ മുണ്ടിന്റെ കരയും കൂടെ ചുവപ്പായിരുന്നെങ്കിൽ കിടിലും സെറ്റ്. കല്യാണ പെണ്ണിനെയൊന്നും ആരെയും പിടിക്കണ്ട, പറയുന്നുണ്ടെന്ന് തോന്നരുത്. അവയവമാണെങ്കിലും എന്നാ ഒരു രസമാണ് രണ്ടിനെയും കൂടെ കാണാൻ. എന്നാ ഒരു രസമാണ്, ഇതിന്റെ ഒരു ജോഡിയാണ്. നിങ്ങൾക്ക് ഇവരെയും കെട്ടിയാ പോരായിരുന്നോ? എന്തിനാണ് ആ പെണ്ണ് ആ സംഗീതം പിടിച്ച് കെട്ടാൻ പോയത്? അയ്യോ, ആഹാ, ഒരമ്മ പെറ്റ അവിഹിതം പോലെ. കൊള്ളാം. എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഒരുമിച്ച് വരുന്നു, ഒരുമിച്ച് പോകുന്നു, പുറകില് ദൃശ്യം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നു. ഇതാണ് ഇപ്പം വൈറലായ സാധനം. എന്റെ പൊന്നടാവേ, ഇങ്ങനെ സമ്മതിക്കണം കേട്ടാ. ഇത്രയും പ്രശ്നം തന്റെ പൊളിറ്റിക്കൽ കരിയറിന്റെ ഏറ്റവും പീക്ക് സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടാന്ന് പറഞ്ഞ് ഇങ്ങനെയുടെ ധൈര്യം സമ്മതിക്കണം. കഴിഞ്ഞ ദിവസം ഈ സൺ ന്യൂസുകാര് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴാണ്, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാനിതൊന്ന് മലയാളീകരിച്ചപ്പോൾ ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്ന കാര്യം കോമഡിയാണ്. നോക്കാതെ നിങ്ങളുടെ ഭാര്യയെ അവസാനം വരെ സ്നേഹിക്കൂ എന്നും പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തേക്കുന്നു. ശ്രദ്ധ തിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നും പറഞ്ഞ് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവില്ല. എന്നിട്ട് ഏറ്റവും അവസാനം വിജയും തൃഷയും ദമ്പതികളായി എത്തി വധൂവരന്മാരെ ഒരുമിച്ച് ആശംസിച്ചു. ഈ ദമ്പതികളായി എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ അർത്ഥമല്ലേ ഉള്ളൂ. ഇങ്ങനെയാണ് സൺ TV ആണ് ഇത്. ഞാൻ വിചാരിച്ചത് ഫേക്ക് സൺ ന്യൂസിന്റെ വല്ലതും ആയിരിക്കും എന്ന്. ഇത് 3 മില്യൺ ഉള്ള അവന്മാരുടെ ത്രെഡ് അല്ല, ട്വിറ്റർ അക്കൗണ്ടാണ്. അതിനകത്ത് വന്ന സൺ ന്യൂസിൽ അങ്ങേരുടെയാണോ ഇനി? എന്താണെങ്കിലും സൺ ന്യൂസും DMK തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്ക് വലിയ അവരുടെ ബന്ധം വലുതായിട്ട് അറിയത്തില്ല. അറിയാവുന്നവർ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. അപ്പം അത് വെച്ച് അടിച്ചു വിട്ടതായിരിക്കാം. അണ്ണന്റെ ഈ പ്രവൃത്തി കാരണം ഫാൻസ് ഭയങ്കര വിഷമത്തിലാണ്. കാര്യം ഇപ്പൊ പല രീതിയിലും അണ്ണനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നവരൊക്കെ തിരിഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു പുള്ളി എടുത്താണ്, ബ്രോ സൈലൻസ് ദ വേൾഡ് ക്രൗഡ് വിത്ത് ഹിസ് ഗട്ട്സ്.
സമ്മതിക്കണം, ശരിയാണ്. വേറെ ട്രോള്, ഇഫ് ലോയലിറ്റി ഹാസ് എ കളർ കോഡ് ദിസ് വുഡ് നോട്ട് ബി ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഫോട്ടോയും അതുപോലെ തന്നെ നമ്മുടെ ജയന്റെ വീട് അഭിഹിതമാണെന്ന് തോന്നുന്നു ഇപ്പുറത്തിരിക്കുന്നത് എന്നും പറഞ്ഞിട്ടാണ് മൊത്തം ഈ അഭിഹിത ടീംസ് ഈ കളർ കോഡ് ആണെന്ന് തോന്നുന്നു പിടിക്കാൻ തമിഴ്നാട്ടിൽ അവരുടെ കളർ കോഡാണ്. ആൻഡ് വേറൊരു ട്വിറ്റ് ഇപ്പൊ ഭയങ്കരമായിട്ട് വൈറൽ ആവുന്നുണ്ട്. 2024 ഒരു ട്വിറ്റാണ്, ഫ്യൂച്ചർ പ്രഡിക്ഷൻ എന്നും പറഞ്ഞിട്ട്. 2026 ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ വിജയ് ലീഗലി ഡിവോഴ്സ് ആകും, 2 മാസത്തിനുള്ളിൽ തൃശ്ശയെ വിവാഹം കഴിക്കും. മിക്കവാറും ഇത് നടക്കാൻ സാധ്യതയുള്ളൂ. ആരാ ഇത് പറഞ്ഞത്? ഫാൻസിന്റെ റിയാക്ഷൻ കാണാം ഫാൻസിന്റെ. விஜயண்ணா, இப்படி நடக்கும்னு யாருமே எதிர்பார்க்கவே இல்லைண்ணா. நீங்க இப்படி பண்ணுவீங்கன்னு யாரும் எதிர்பார்க்கல. இந்த நேரத்துல இந்த மாதிரி ஒரு விஷயத்த பண்ணுவீங்க அப்படின்னு சொல்லி சீரியஸா ஃபேன்ஸ் யாருமே அதை எதிர்பார்க்கவே இல்லை. நிறைய பேர் உங்க மேல கோவப்படுறது அப்படிங்கறதோட ரொம்ப കഷ്ടം. ഇത്രയും നാള് ഈ ഡിവോഴ്സ് പെറ്റീഷന് ശേഷം അവര് അവര് നല്ല ഫ്രണ്ട്സ് റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ബോണ്ടേ എന്നും പറഞ്ഞ് ബോണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഫാൻസ് തന്നെ തിരിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ஏன்னா அந்த மாதிரி பேர் உங்க மேல கோவப்படுறது அப்படிங்கறதோட ரொம்ப வருத்தம் தான் படுறாங்க. ஏன்னா அந்த மாதிரி இருக்கு நீங்க பண்ண விஷயம். சில கமெண்ட்ஸ்லாம் பார்த்தேன். ஒரு பொண்ணு சொல்றாங்க, உங்களுக்காக நான் ஹஸ்பண்ட் எல்லாம் வந்து நான் சண்டை போட்டேன்னா நீங்க இப்படி பண்ணிட்டீங்களேண்ணா, ரொம்ப வருத்தமா இருக்குண்ணா, ஏன்னா இப்படி பண்ணீங்க அப்படின்னு சொல்லி அவ்வளோ வருத்தப்படுறாங்க. ரசிகர்கள் எல்லாத்தையும் தலைக்குனிய வச்சுட்டீங்க அப்படின்னு தான் சொல்லணும். ஏன்னா உங்க மேல வச்சிருந்த நம்பிக்கையும் இப்போ நிறையா ரொம்ப டேமேஜ் ஆயிடுச்சு. கேட்குறவங்களுக்குலாம் பதில் சொல்ல முடியல. ஆல்ரெடி ரொம்பவே உங்களை ஹர்ட் பண்ணிட்டு இருந்தாங்க. இப்போ நீங்களே அதுக்கேற்ற மாதிரி பண்ணிட்டீங்க. என்ன சொல்யூஷன், நீங்கள் ஏதோ ரீசனோட பண்ணுறீங்களா அப்படிங்கிறது எனக்கு தெரியல. கடைசியில் அவங்க மேலே வச்சிருந்த நம்பிக்கை எல்லாம் போயிடுச்சு அப்படிங்கிற மாதிரி தான் இருக்குது. நீங்களும் எல்லாரும் மாதிரி தான் அப்படிங்கிற மாதிரி தான் இப்போ இருக்குது சுச்சுவேஷன். இதுக்கு மேலே அதை பற்றி பேசுறதுக்கு பெருசாக எனக்கு இஷ்டம் இல்லை. ஸோ பார்ப்போம் என்ன நடக்குதுன்னு. ഈ തമിഴ്നാട്ട് മുട്ട കോമഡി ആയിട്ട് എന്തായാലും നടക്കണത്. ഫാൻസുകാര് വരെ തിരിഞ്ഞെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു തീപ്പൊരി പ്രസംഗം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡീലിങ് നമ്മൾ തമ്മിലുള്ള ഡീലിങ് ഓക്കെ വാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തീപ്പൊരി പ്രസംഗം. പിന്നെ ഇതിനെ വരെ അനുകൂലിക്കുന്ന ഫാൻസ് ഉണ്ട്. ഇതിനെ അനുകൂലിച്ച് ഫാൻസ് എങ്ങനെ വരുന്നതെന്ന് കേൾക്കാം, അതുകൂടെ കേക്ക്. இந்த வீடியோவை பாருங்க. விஜயும் த்ரிஷாவும் ஒரே கார்ல வர்றத பார்த்த உடனே ஏற்கனவே இவங்க மேல வதந்தி இருக்கும்போது இப்படி வரலாமான்னு எல்லாரும் பேச ஆரம்பிச்சிட்டாங்க. ஆனா ஒரு நிமிஷம் யோசிங்க, தன் அரசியல் வாழ்க்கைய பாதிக்கும்னு தெரிஞ்சும் விஜய் அண்ணன் ஏன் இப்படி வராரு? ஏன்னா குற்றம் உள்ள மனசுதான் குறுகுறுக்கும். தப்பு செஞ்சா தான் பயந்து ஒழிஞ்சு வரணும். அவங்க மனசுல எந்த கள்ளமும் இல்ல. அது ஒரு தூய்மையான நட்பு. ஒருவேளை அந்த திருமண வீட்டார் ஒரே மாதிரி ட்ரெஸ் கொடுத்து ஒரே கார்ல வர சொல்லி கௌரவிச்சிருக்கலாம். അതെ, തിരുമണ വീട്ടുകാർ ഒരേ മാതിരി വിജയ്ക്ക് ഡ്രസ്സ് കൊടുത്ത് ഒരേ മാതിരി വരവിക്കും. എന്തൊക്കെ ന്യായങ്ങളാണ്. ഇപ്പൊ വന്നിരുന്ന മെഴുകുന്നവന്മാര് കുറച്ചാളെ കഴിയുമ്പോഴത്തേക്ക് തൃശ്ശ ഇങ്ങനെ കെട്ടും. നമ്മുടെ കാവ്യമാധവൻ ദിലീപ് സെറ്റപ്പ് ആയി പോവും. കുറച്ച് കഴിയുമ്പോ തൃശ്ശയെ വന്ന് പറഞ്ഞു, നാൻ കാരണം ரொம்ப വെക്കപ്പെട്ട ഒരു പെമ്പളക്ക് ഞാൻ എന്റെ ഉസിറ് കൊടുക്കറ് മക്കളെ, അണ്ണന്റെ നെഞ്ചിൽ കുടിയിരിക്കും എന്ന് പറഞ്ഞിട്ട് അണ്ണൻ വരും. ഞാൻ കാരണം ബാധിക്കപ്പെട്ട ഒരു പെമ്പളക്ക് ഞാൻ ജീവിതം കൊടുക്കും പറഞ്ഞിട്ട് വന്ന് കിട്ടും. അന്നേരം ഈ മാതിരി മെഴുകല് കാണണം കേട്ടോ, കണ്ടാ മതി. இதையே ஒரு கீழ்த்தரமான அரசியலாக்கி அவங்கள அசிங்கப்படுத்த நினைக்காதீங்க. உண்மையான மக்களுக்கு தெரியும் இது நேர்மையான கண்ணியமான நட்புன்னு. അതെ, നാളെ ഇത് കണ്ടാ മതിയായിരുന്നു. ഇതിപ്പോ നടക്കാൻ പോകുന്നതൊന്നുമല്ല. ഇതാണ് കുറച്ചാൾ കഴിയുമ്പോൾ സംഗീത ഡിവോഴ്സ് ആവും, അണ്ണൻ CM ആവും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തൃശ്ശയെ കല്യാണം കഴിക്കും, തൃശ്ശ അമ്മാവും, അണ്ണൻ അച്ഛനും തൃശ്ശ അമ്മാവും. മറ്റേ ആ പരിപാടി ആയിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. ഇത് നോക്കിക്കോ. അപ്പൊ ഇപ്പൊ വന്നിരുന്ന ഈ സപ്പോർട്ട് ചെയ്യുന്നവന്മാരൊക്കെ ബൂം ചിക്ക ആവുമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതിന്റെ കൂടെ വേറെ കുറെ ട്രോൾ ഉണ്ടായിരുന്നു. മക്കളുടെ ഗ്രാജുവേഷൻ ഡേക്ക് പോകാൻ സമയമില്ല, അച്ഛന്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് പോകാൻ സമയമില്ല, തൃശ്ശയുടെ പട്ടിയുടെ ബർത്ത്ഡേക്ക് അതിനെ കുഞ്ചിക്കാം എന്നും പറഞ്ഞിട്ടൊക്കെ ഉള്ള ട്രോൾസ് മാരകവിടെ. എന്നാലും ഈ ഒറ്റ റീല് കൊണ്ട് കത്തിച്ചെന്നുള്ളതാണ്. ആൻഡ് നമ്മുടെ സുചിത്ര സിംഗർ, പുള്ളിക്കാരത്തി വന്നിരുന്നിട്ട് ഇപ്പം എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്. യൂട്യൂബ് ചാനൽ വന്നിരുന്നിട്ട് ഓരോന്നൊക്കെ വിളിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തള്ളും. അമ്മാതിരി സാധനങ്ങളാണ്. അതിന്റെ അടി വന്ന് കമന്റ് സെക്ഷൻ ഒക്കെ നോക്കണം. ഷീ ഈസ് ട്രൂ സിനിമ ഫീൽഡ് ഈസ് വോർസർ ദാൻ പബ്ലിക് ടോയ്ലറ്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് അതിന്റെ അടി കമന്റ് വരുന്നത്. പുള്ളിക്കാരത്തി പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാനൊന്ന് വെക്കാം. ആങ്കർ ചോദിക്കുകയാണ്, തൃശ്ശയും അതുപോലെ തന്നെ മറ്റേ രമ്യ ഉണ്ടല്ലോ, കട്ടളയെ ശാസ്ത്രനം ദേവസ്വാമി അല്ല ശിവകാമി ദേവി തമ്മിൽ എന്താണ് ബന്ധം, ഇവര് തമ്മിൽ ബന്ധമെന്നൊക്കെ. അന്നേരം ഈ സുചിത്ര പറയുന്ന മറുപടി ഉണ്ട്, നോക്കിക്കോട്ടെ, ഞെട്ടിപ്പോയി കേട്ടിട്ട്. മനസ്സിലായോ?
അവര് ലെബനീസ് ആണെന്നാണ് ഗൈസ് പറയുന്നത്. அவங்க ஏதோ புத்த முறையில நம்யோஹர் எங்கேயோன்னு ஏதோ ஒண்ணு பண்ணி கல்யாணம் பண்ணிக்கிட்டாங்களாம் தாய்லாந்துல. நான் சொன்னேன்ல തായ്ലൻഡ് കല്യാണം കഴിഞ്ഞ രണ്ടുപേരുടെയും മറ്റേ വിജയണ്ണനുമായിട്ടുള്ളതല്ല, രമ്യ നമ്പി രമ്യയുമായിട്ടുള്ള ഫുൾ നെയിം എന്തായിരുന്നു, ശിവഗാമി ദേവിയുമായിട്ടുള്ള. ட்ரிஷா நிறைய பேரை கல்யாணம் பண்ணிட்டு இருக்காங்க, கோயில் போய் குங்குமம் இட்டு விடலாம் சொல்லி. ஷீஸ் ஹேட் தட் மேரேஜ் வித் உதய் ஆல்சோ. ഉദയരെന്ന് മനസ്സിലായോ? നമ്മുടെ സ്റ്റാൻലി അണ്ണന്റെ ഉദയൻ, ആ പുള്ളിയായിട്ടും തൃശ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന്. എന്താണത്? ட்ரிஷா has a lot of husbands, 42 43 people பண்ணிருக்காங்க அவங்க இந்த மாதிரி. ചേച്ചി സിനിമയിലെ കല്യാണത്തിന്റെ കാര്യമാണോ പറയുന്നേ? നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. கூட்டிட்டு போய் குங்குமம் இட்டு விடு, சேர்ந்து கோயிலுக்கு போலாம். இங்க பெரிய കോഹ്ലി പോയി കുങ്കുമം ഇട്ട് കൊടുത്ത കല്യാണമായിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. എടി തമിഴ് ടീംസ് ആരും സിനിമ കാണുന്നത്, നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കോഹ്ലി പോയി കുങ്കുമിട്ട കല്യാണമായിട്ടാണ് കണക്കാക്കുന്നതെന്ന്. അങ്ങനെയാണ് തോന്നുന്നു 42 കല്യാണം തൃശ കഴിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ചേച്ചി വരുന്നത് പറയുന്നത്. பாலிவுட்ல ராஜேஷ் கண்ணா ஆரம்பிச்ச ஸ்கேம் இங்க ஹனுமான் மந்திர் அதுக்கு ரொம்ப ஃபேமஸ். அக்ஷய்குமார் ஒரு ஆயிரக்கணக்கான கேர்ள்ஸ் அங்க கூட்டிட்டு போய் குங்குமம் இட்டு விட்டுருக்காரு. இட்ஸ் a long stand. കുങ്കുമം ഇട്ട് വിടുന്നത് അത്ര വലിയ പ്രശ്നമാ? കൂട്ടിക്കൊണ്ടു പോവാ, കുങ്കുമം ഇടുക, വിടുക. കൊള്ളാലോ, പുതിയ പരിപാടിയാണെന്ന് തോന്നുന്നു. ஜோக் இன் பாலிவுட் ஹனுமான் மந்திரா ஆம்பாங்க ஒரு குறிப்பிட்ட இடத்துல വർസോവ ഹനുമാൻ മന്ദിർ. ഇനി കുങ്കുമം ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കോഡ് ഭാഷ വല്ലതും ആണോ? വർഷങ്ങൾക്ക് മുമ്പ് പണ്ട് ഞാൻ ഇതൊരു കേട്ട കഥയാണ്, എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത്, സിനിമ ഫീൽഡിലുള്ള ഒരു വ്യക്തി പറഞ്ഞതാണ്. തമിഴ്നാട്ടിലെ ന്യൂസ് പേപ്പറിനകത്തൊക്കെ ന്യൂസ് വരും ഈ നടികളെ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷെ അവര് എങ്ങനെയാണ് ആ ന്യൂസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊട്ടയടിക്കാൻ താല്പര്യമുള്ള നടികളെ സിനിമയിലേക്ക് ആവശ്യമുണ്ട്, മൊട്ടയടിക്കാൻ താല്പര്യമുള്ള, ഇതാണ് അവരുടെ ഒരു കോഡ് ഭാഷ. ഈ മൊട്ടയടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ പോയി മൊട്ടയടി അല്ല, അവരുദ്ദേശിക്കുന്ന മൊട്ടയടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നു കൊടുക്കുക എന്നുള്ളതാണ്. കിടന്നു കൊടുക്കാൻ താല്പര്യമുള്ള നടികളെ ആവശ്യമുണ്ട്, അതാണ്. അങ്ങനെയാണ് ഈ വാർത്ത അവർ കൊടുക്കുന്നത്, അഡ്വർടൈസ്മെന്റ്, നടികളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പത്രത്തിനകത്തൊക്കെ. മനസ്സിലായോ? അതിന് അങ്ങനെയുള്ള വല്ല കോഡ് ഭാഷ വല്ലതാണോ കോഹ്ലി കൊണ്ടേ കുങ്കുമം ഇട്ട് എടുത്തു എന്ന് പറയുന്നത്? இது வச்சு எனக்கு இந்த கொஸ்டின், அதாச்சும் சோஷியல் மீடியால நிறைய பேர் பேசிட்டு இருந்தாங்க, இந்த கொடி படத்துல வரக்கூடிய கேரக்டர் போலதான் இந்த ரியல் லைஃப்லயுமே த்ரிஷாவா? அப்போ அதுக்கு 10 மடங்கு ஜாஸ்தி. விஜய் முதுகுல கத்திய குத்திட்டு நரேந்திர மோடியை கூட கட்டிப்பாங்க, நரேந்திர மோடி மண்டையில ஏறி டொனால்ட் ட்ரம்ப் கூட கட்டிப்பாங்க. அதுக்கு மேல யார் அவர் மண்டையில ஏறி யாரை கட்டிக்க முடியும்? ഇങ്ങനെ ചേച്ചി നാട് നീളം ഓടി നടന്ന് ഇതുപോലെ അപരാധം വിളിച്ച് പറഞ്ഞ് ഇന്റർവ്യൂ കൊടുക്കുകയാണ്. ഇവർ പറയുന്നതൊക്കെ ശരിയാണെന്നൊക്കെ കമന്റ് സെക്ഷനൊക്കെ പറയുന്നുണ്ട്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവർ പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ജെഫ്രി എപ്സ്റ്റീൻ ആണ് തൃശ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. കാര്യം ഇവർക്ക് കുറെ സീക്രട്ട് സൊസൈറ്റി ഉണ്ട്, അവിടെ തിന്നുന്ന പരിപാടി, മറ്റേ പിള്ളേരെ അതൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. തൃശയൊക്കെ ഭയങ്കര തീറ്റയാണെന്നൊക്കെയാണ് പറയുന്നത്. സീരിയസ്ലി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? എന്തൊക്കെയോ അവർ വിളിച്ച് പറയുന്നുണ്ട്, എന്തോ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് വന്ന് സംസാരിക്കണമെന്ന് അറിയത്തില്ല. കാര്യം നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ കേൾവി ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവർ വന്നിട്ട് പറയുന്നത്. ഇവർ പറയുന്നത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി അത്രയും ഡേർട്ടി ആയിട്ടുള്ള സാധനമായിട്ടാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതാണ് നേരത്തെ കമന്റ് സെക്ഷൻ അങ്ങനെ വന്നേക്കുന്നത്. സെപ്റ്റിട്ട് അങ്ങനെക്കാളും മോശമാണ്. ബാക്കി കമന്റ് ഒക്കെ തമിഴില്ല, അതുകൊണ്ട് വായിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് വായിച്ചില്ല. ഇംഗ്ലീഷിൽ 1-2 കമന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഗൈസ് വിജയ് തൃഷ ബന്ധത്തിന്റെ പുതിയ അപ്ഡേറ്റ്സ്. എന്താണെങ്കിലും അണ്ണന്റെ ഗട്ട്സ് സമ്മതിച്ചു കൊടുക്കണം കേട്ടോ, സമ്മതിച്ച് തന്നണ്ണ സൂപ്പർ. എൻ നെഞ്ചിൽ കൂടിയിരിക്കും അണ്ണ, വിജയ് അണ്ണ, വിജയ് ഭവ. അപ്പൊ ശരി, വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ.